ഇപ്പോൾ ഫ്രണ്ടിലെ വണ്ടിയും നമ്മളെ വണ്ടിയും തമ്മിൽ ഡിസ്റ്റൻസ് എത്ര വരുന്നുണ്ട് നോക്കിയിട്ടാ. ഇപ്പം നമ്മൾ നോക്കേണ്ട റെഫറൻസ് പോയിൻ്റാണ് ഞാൻ പറയുന്നത്. 1 റൈറ്റ് സൈഡ് മിറർ, 2 ബാക്ക് സൈഡ് കോർണർ, നമ്മൾ റൈറ്റ് സൈഡ് കോർണർ, 3 ഫ്രണ്ട് ഡോറിൻ്റെ ഹാൻഡിൽ. ഈ 3 റെഫറൻസ് പോയിൻ്റാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മെത്തേഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഫ്രണ്ടിലെ വണ്ടിയായിട്ട് പാരലായിട്ട് നിർത്തുക, റിവേഴ്സ് ഗിയർ ഇടുക, ഫുള്ള് റൈറ്റിലേക്ക് കൊടുക്കുക, ടിൽ ലോക്ക്. എന്നിട്ട് ലെഫ്റ്റ് സൈഡ് മിറർ അത് നോക്കുന്നത് കേട്ടോ. നമ്മളെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് മിറർ ബാക്ക് സൈഡ് കോർണർ ജസ്റ്റ് കണ്ടാൽ മതി കേട്ടോ, ജസ്റ്റ് കണ്ടാൽ മതി. എന്നിട്ട് റിവേഴ്സ് വരാം. ഇനി ഫ്രണ്ട് ഡോറിൻ്റെ ഹാൻഡിൽ നമ്മുടെ ഫുട്പാത്തില്ലേ, ഫുട്പാത്ത് ഇത്തിരി കണ്ടാൽ മതി കേട്ടോ, ഒരു പൊടിക്ക് കണ്ടാൽ മതി, കൂടുതൽ കണ്ടാൽ അടുത്ത് പോകും. ഓക്കെ, പിന്നെ സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കുക, എൻഡറായിട്ട് സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കുക. ഓക്കെ, ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ പാർക്കിൽ നിന്ന് പുറത്തേക്ക് പോവാണ്, ഫുള്ള് ഒടിച്ചു. അപ്പോൾ ഫ്രണ്ടിലെ വണ്ടിയായിട്ട് ഗ്യാപ്പ് ഉണ്ട്, നമുക്ക് തോന്നും ക്ലോസ് ആണെന്ന്, പക്ഷെ നല്ല ഗ്യാപ്പുണ്ട്. പിന്നെ ഞാൻ ആ വണ്ടിയുടെ സൈഡ് മിറർ, എൻ്റെ സൈഡ് മിറർ രണ്ടും പാരലായിട്ട് നിർത്തും. ഒരു 1 മീറ്റർ ഗ്യാപ്പ് വെക്കണം കേട്ടോ. കണ്ടത് 2 സൈഡ് മിറർ പാരലായിട്ട് വന്നു. ഇനി ഞാൻ ഫുള്ള് റൈറ്റിലേക്ക് ഓടിച്ചു, ഫുൾ ലോക്ക് വരെ ഓടിച്ചു. ഇനി ഞാൻ ലെഫ്റ്റ് സൈഡ് മിററാണ് നോക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് കണ്ടാൽ മതി കേട്ടോ ലൈന്, അല്ലെങ്കിൽ ആ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് കണ്ടാലും മതി. പക്ഷെ ആ വണ്ടി കുറേ ബാക്കിൽ നിർത്തിയത്, അതുകൊണ്ട് അളവ് കിട്ടില്ല. അതാണ് ഞാൻ വണ്ടിയുടെ ലൈറ്റിനെ പറ്റി പറയാത്തത്. ഇനി റൈറ്റ് സൈഡ് മിററിൽ ആ കേബ് സ്റ്റോൺ ഇത്തിരി കണ്ടാൽ മതി, ഒരു പൊടിക്ക് കണ്ടാൽ മതിയേ. പിന്നെ റിവേഴ്സ് എടുക്കാം. വണ്ടി സ്റ്റഡി ആയി കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രണ്ട് ഡോറിൻ്റെ ഹാൻഡിൽ നോക്കട്ടെ, അവിടെ ലൈനിന് പാരലായിട്ട് വരുമ്പം സ്റ്റോപ്പ് ചെയ്യാം. കണ്ട കറക്റ്റ് വന്നുണ്ടോ? ഓക്കെ, സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കുക. ഇവിടെ ഫ്രണ്ട് ഡോറിൻ്റെ ഹാൻഡിലാണ് നമ്മൾ നോക്കുന്നത്, ബോർഡറായിട്ട്. ഇനി പുറത്തേക്ക് എടുക്കുമ്പോൾ ഫുള്ളായിട്ട് ലെഫ്റ്റിലേക്ക് വലിച്ചെടുക്കുക കേട്ടോ, ഫുള്ള് വലിച്ചെടുക്കുക. ഇത് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇത് വേറൊരു പാർക്കിംഗ് സ്ലോട്ടാണ്. ഇപ്പം ലൈനൊക്കെ ടച്ച് ആവും. നമ്മൾ ലൈനല്ല നോക്കുന്നത്, ഈ വണ്ടിയോടുള്ള ഡിസ്റ്റൻസാണ് നോക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ പറഞ്ഞു ലൈൻ ടച്ച് ആയെന്ന്. അപ്പോൾ ലൈൻ ടച്ച് മീൻസ് ലൈന് ചിലപ്പോൾ നല്ല ഇപ്പോൾ ഒരു 2 വണ്ടിയുടെ ഗ്യാപ്പൊക്കെ ഉണ്ടാവും. ലൈൻ എന്ന് പറഞ്ഞാൽ ചിലത് ഒരു 5 മീറ്റർ ഉണ്ടാവും, ചിലത് 4.5 മീറ്റർ ഉണ്ടാവുള്ളൂ, അത് ഡിഫറൻസ് വരും. അതേപോലെ വിടുത്ത് വരുന്നത് 2.5 മീറ്ററാണ് നോർമൽ പാർക്കിങ്ങിന് വിടുത്ത് വരുന്നത്, റിവേഴ്സ് പാർക്കിങ്ങിന് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, റിവേഴ്സ് പാർക്കിങ്ങിൽ ആരൊന്ന് കമൻറ്റ് ചെയ്തു, അതാണ് പറഞ്ഞത്. അപ്പോൾ ചില പാർക്കിങ്ങിന് 3 മീറ്റർ വിടുത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ്. ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആൾക്കാർക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകും. അവിടെ ലൈനാണ് പറഞ്ഞു കൊടുക്കുന്നത്, അവിടെ ലെഫ്റ്റ് സൈഡിലെ ലൈന് നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പോൾ നമുക്ക് തോന്നും ഫ്രണ്ടിലെ വണ്ടിയായിട്ട് നല്ല ക്ലോസ് ആണ്, പക്ഷേ അവിടെ നല്ല ഡിസ്റ്റൻസ് ഉണ്ടാവും കേട്ടോ. ഇനി ഞാൻ കാണിച്ചു തരാം. ഇനി വെളിയിൽ ഇറങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഫ്രണ്ടിലെ വണ്ടിയുടെ ബമ്പർ കാണുന്ന രീതിയിലാണ് ഞാൻ നിർത്തിയത്. ഇപ്പോൾ തന്നെ നമുക്ക് തോന്നുന്നുണ്ട് നമ്മളെ വണ്ടി അതുമായിട്ട് നല്ല ക്ലോസ് ആണ്, ഫ്രണ്ടിലെ വണ്ടിയായിട്ട്. ഇപ്പോൾ നോക്കി, ഞാൻ പുറത്തിറങ്ങി ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്കൊരു 2 മീറ്ററിന് കൂടുതലുണ്ട്. ഞാനിതാ മീറ്റർ എടുത്ത് ഞാൻ കാണിച്ചു തരാം. 2 മീറ്റർ 40 സെൻറ്റിമീറ്റർ, ഏകദേശം 2.5 മീറ്റർ ഗ്യാപ്പ് ഉണ്ട്. പക്ഷേ നമ്മൾ വണ്ടിയിലിരുന്ന് നോക്കുമ്പം വളരെ ക്ലോസ് ആയിട്ടല്ല ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി നോക്കിയാൽ മതി, അപ്പോൾ നമുക്ക് ധൈര്യം കിട്ടും. അപ്പോൾ ഈ രീതിയിലാണ് ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിക്കുന്നത്, പാരലൽ പാർക്കിംഗ്. ഇപ്പോൾ ടയറും അതേപോലെ ലൈനും ഇപ്പോൾ സെയിം ആണ്. ഇപ്പോൾ ഞാൻ റൈറ്റ് സൈഡാണ് നോക്കുന്നത്, ഞാൻ ലെഫ്റ്റ് സൈഡ്. ഞാൻ എല്ലാം കൂടി നോക്കിയിട്ട് എല്ലാം പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഞാൻ ഒരു റെഫറൻസ് പോയിന്റ് മാത്രമേ പറയുന്നത്. അപ്പോൾ റൈറ്റ് സൈഡ് ഫ്രണ്ട് ഡോറ് ഹാൻഡിൽ, അതാണ് ഇപ്പോൾ ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ EDCയിൽ പഠിപ്പിക്കുന്നത് ടയറാണ്, രണ്ടും ഓക്കെയാണ്. ഏതെങ്കിലും ഒന്ന് നോക്കിയാൽ മതി, ഒന്നുകിൽ റൈറ്റ് സൈഡ് ഡോർ ഹാൻഡിൽ നോക്കുക, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ടയർ. പക്ഷേ ടയർ നമ്മൾ സൈഡ് മിററിൽ നോക്കുമ്പോൾ കാണില്ല. എനിവേ, താങ്ക് യു.